ഹലോ, നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണയായിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കുന്ന ഒരു നാടൻ വിഭവമാണല്ലേ മുട്ട റോസ്റ്റ്. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ട റോസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വളരെ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയുള്ളി ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഉള്ളി ഒന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉള്ളി ഒന്ന് ഇപ്പോൾ ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം എല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് എരിവുള്ളതും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ ആ റോസ് സ്മെല്ലൊക്കെ മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇട്ട് കൊടുക്കാം. എഗ്ഗൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ എഗ്ഗിൽ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോളും. ഇതേ അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് ശരിക്കും അടിപൊളിയല്ലേ. നമ്മുടെയൊക്കെ വീട്ടിൽ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന രണ്ട് കറികളാണ്. ഒന്ന് മുട്ട റോസ്റ്റും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയും അല്ലേ. അപ്പോൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.